നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇന്നസെന്റ് സ്മാരക അഖില കേരള അമേച്ചർ നാടക മത്സരം മെയ് 13 മുതൽ 17 വരെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ VA മനോജ് കുമാർ, ജനറൽ കൺവീനർ ഡോക്ടർ K രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6 മണി മുതൽ ദിവസവും 2 നാടകങ്ങളാണ് അവതരിപ്പിക്കുക. കേരളത്തിലെ പ്രബല അമേച്ചർ നാടക സംഘങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 10 നാടകങ്ങൾക്കാണ് വേദിയൊരുങ്ങുക. മികച്ച 1, 2, 3 നാടകങ്ങൾക്ക് യഥാക്രമം 50,000 രൂപ, 30,000 രൂപ, 20,000 രൂപയും ട്രോഫിയും സമ്മാനിക്കും. മികച്ച നാടക രചയിതാവ്, സംവിധായകൻ, നല്ല നടൻ, നടി എന്നിവർക്കും ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിക്കും. കോർഡിനേറ്റർ ഖാദർ പട്ടേപ്പാടം, സംഘാടക സമിതി കൺവീനർമാരായ ഉദിമാനം അയ്യപ്പൻകുട്ടി, ഡോക്ടർ സോണി ജോൺ, അഡ്വക്കേറ്റ് P മണികണ്ഠൻ, AL രാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഇന്നസെന്റ് ചേട്ടൻ ഇരിങ്ങാലക്കുടയുടെ ഭാഷ, ഇരിങ്ങാലക്കുടയുടെ സംസ്കാരം, ഇരിങ്ങാലക്കുടയുടെ ഹാസ്യം, ഇരിങ്ങാലക്കുടയുടെ കലാരംഗത്തെ ഏറ്റവും ഉന്നതനായ വ്യക്തിയായി മാറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നസെന്റ് ചേട്ടൻ നമ്മളെ വിട്ടുപോയിട്ട് 2 വർഷം കഴിയുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്നസെന്റ് ചേട്ടൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന രീതിയിൽ നിൽക്കുന്ന അമച്വർ നാടക മത്സരത്തിന് ഇരിങ്ങാലക്കുടയിലെ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം നേതൃത്വം നൽകുകയാണ്. അഖില കേരള അടിസ്ഥാനത്തിലുള്ള അമച്വർ നാടക മത്സരം ഈ മാസം 13-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള 10 നാടക സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിക്കുകയാണ്. നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് ഇന്ന് കേരളത്തിൽ സംഘടിപ്പിക്കുന്ന അമച്വർ നാടക മത്സരങ്ങളിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകിക്കൊണ്ടാണ് നമ്മൾ ആ നാടക മത്സരം സംഘടിപ്പിക്കുന്നത്. ഏറ്റവും ഉന്നതരായിട്ടുള്ള ജഡ്ജസിനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അത് സംഘടിപ്പിക്കണം എന്നാണ് പുരോഗമന കലാസാഹിത്യ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 50,000 രൂപയാണ് ഇന്നസെന്റ് സ്മാരക അവാർഡുമാണ് 1ാം സമ്മാനമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബൈപ്പാസ് റോഡിലെ വെള്ളക്കെട്ട് സ്ഥലം സന്ദർശിച്ച് LDF കൗൺസിലർമാരുടെ സംഘം. ബൈപ്പാസ് റോഡിലെ കൾവെട്ടറിൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയതെന്നും കൾവെട്ട് അടിയന്തരമായി തുറക്കണമെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ ആവശ്യപ്പെട്ടു. കൗൺസിലർമാരായ KS പ്രസാദ്, CC ഷിബിൻ, വിഷ്ണു പ്രഭാകരൻ, ലേഖ ഷാജൻ, നന്ദുലാൽ PM, സിന്ധു ഗിരീഷ്, രമ്യ ഷിബു, വിനീത ടീച്ചർ, അശ്വതി VS, വിമി വിജേഷ്, അജിത് കൊല്ലാറ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. രാജമല്ലി വെള്ളക്കെട്ടിന് പ്രധാന കാരണം ഇന്നലെ നമ്മൾ 1-2 പേര് വിളിച്ചു പറഞ്ഞു, ഫോട്ടോ ഉൾപ്പെടെ അയച്ചു നോക്കിയപ്പോൾ ഇവിടെ കക്കൂസ് മാലിന്യം കൂടെ നിറഞ്ഞു നിൽക്കുന്നു. കക്കൂസ് മാലിന്യം മാത്രമല്ല, കോളിപ്പം ബാക്ടീരിയ വെള്ളം അടങ്ങിയിട്ടുള്ള മലിനജലം ഇവിടെ ആരും കൂടെ തട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഒന്ന് പരിശോധിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ കൽവർട്ട് ഉണ്ട്. ബൈപ്പാസ് റോഡിലൊരു 3-4 കൽവർട്ട് ഉണ്ട്. അതിൽ ഈ പവിത്രയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൽവർട്ട് സ്വകാര്യ വ്യക്തി ഇത് മണ്ണിട്ട് നികത്തി അവിടെ അടച്ചിട്ടേക്കാം. ആ മണ്ണിട്ട് അടച്ചതിൻ്റെ ഫലമായിട്ട് ഈ കിഴക്കൻ മേഖലയിൽ എന്ന് പറയുന്ന വെള്ളമൊക്കെ തന്നെ ഇവിടെ തങ്ങി നിൽക്കാം. ആ വെള്ളം നമ്മുടെ ഈ ജംഗ്ഷനിലെത്തി ആ പെട്ടിക്കടകളിൽ കയറി ഇനി വെള്ളം ഒരു മഴയാണ് പെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജപാതയിൽ കൂടെ അപ്പുറത്തേക്ക് പാടത്തേക്ക് ഒഴുകാനുള്ള ശ്രമം വരും. ഇത് അടച്ചിട്ടതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അടിയന്തരമായിട്ട് അത് തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇത് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. കാരണം നഗരസഭയും അതേപോലെ തന്നെ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥരും ഇപ്പോൾ 2 കൂട്ടരും ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു സ്വകാര്യ വ്യക്തി ആ കൽവർട്ട് അടച്ചുകൊണ്ട് മണ്ണിട്ട് നികത്തിയേക്കാം. ആ മണ്ണിട്ട് നികത്തിയപ്പോൾ വെള്ളം ഇപ്പുറത്ത് പെയ്യുന്ന വെള്ളം ഈ മലിനജലം ഇതിലെ കിഴക്കുന്ന് പടിഞ്ഞാട്ടൊരു തോടുണ്ട്. ആ തോട്ടിൽ കൂടെ വന്ന് കല്ലരി തോട്ടിൽ കൂടെ പോയി
അത് ആ വർക്ക്ഷോപ്പുകളിലെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ പിന്നിൽ കൂടെ പോയിട്ട് നമ്മൾ പുറത്തു ചിറയിലാണ് വെള്ളമെത്താം. ആ പുറത്തു ചിറയിലെത്തുമ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ തന്നെ കിണറുകൾ മലിനമാകാനൊരു കാരണം ഇത്തരത്തിലുള്ള മലിനജലമാണ്. കേരളത്തിൽ സംസ്ഥാനത്ത് മലിനജലം ഒഴുക്കാൻ പാടില്ല എന്നും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം എറിയാമ്പോഴൊക്കെ നിയമമുണ്ട്. പോലീസിന് വരെ ഇപ്പോൾ കേസെടുക്കാന്നുള്ള നിയമമുണ്ട്. കാരണം മാലിന്യങ്ങൾ തള്ളിയാലും ഇങ്ങനെ മലിനജലം ബ്ലോക്കാക്കി നിർത്തിയാലും കേസെടുക്കാനുള്ള നിയമമുണ്ട്. നിയുക്ത MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന് SNDP യോഗം മുകുന്ദപുരം യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സെക്രട്ടറി KK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യോഗം കൗൺസിലർ PK പ്രസന്നൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MK സുബ്രഹ്മണ്യൻ, യോഗം ഡയറക്ടർ KK ബിനു, വിനീത വിഭാം, യൂണിയൻ പ്രസിഡന്റ് സജിത അനിൽകുമാർ, സെക്രട്ടറി രമ പ്രദീപ്, ബൂത്ത് വിംഗ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിനേഷ് ചന്ദ്രൻ, വൈദിക യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസ് ശാന്തി, SNBS സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ, പ്രവികുമാർ ചെറാക്കുളം, രഞ്ജുഷ മനോജ്, മാലിനി പ്രേംകുമാർ, ബിജോയ് നെല്ലിക്കാപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഈ സമാധിക്ക് പ്രതിഷ്ഠാ സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതി. ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ, ആശയങ്ങൾ, ജീവിത രീതികൾ, മാനവലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ സഹോദരനാണ്. കഴിവിൻ്റെ പരമാവധി സമയങ്ങളിൽ ശ്രീനാരായണ ആശയങ്ങൾ കേൾക്കാനും പ്രഭാഷണം കേൾക്കാനും അതോടൊപ്പം തന്നെ ദൈവദർശനം പോലുള്ള ഭക്തി ശ്ലോകങ്ങൾ കേൾക്കാനുമൊക്കെയുള്ള കഴിവുള്ള ഭക്തികൊള്ളാനുള്ള ഭക്തി ഗീതങ്ങൾ കേൾക്കാനായിട്ടൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി കഴിയാവുന്ന സമയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് പറയാനുള്ളത്, SNDP മുകുന്ദപുരം താലൂക്ക് യൂണിയന് ഒരു MLA ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ തന്നെ. അപ്പോൾ അങ്ങനെ ഈ MLA SNDP യൂണിയൻ ഇല്ല എന്ന് നിങ്ങൾ വിഷമിക്കണം, ഞാനുണ്ടാകും. ശ്രീ സംഗമേശാനന്ദ വേദിക് ഫൗണ്ടേഷൻ ശ്രീ രുദ്രാപീഠം ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ശ്രീലക്ഷ്മി നരസിംഹ ധന്വന്തരി മഹായജ്ഞം സംഘടിപ്പിക്കുന്നു. മെയ് 18 മുതൽ 21 വരെ ചെമ്മണ്ട ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വച്ചാണ് യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് മുഖ്യ ആചാര്യ സ്വാതിദേവി സംഗമേശാനന്ദ സരസ്വതി പറഞ്ഞു. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി 10,000 യജ്ഞത്തിൽ പങ്കാളികളാകും. സമൂഹം ഇന്ന് നേരിടുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണുകയാണ് യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭക്തജനങ്ങൾക്ക് യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ കഴിയുമെന്ന പ്രത്യേകത കൂടി ഈ യജ്ഞത്തിനുണ്ട്. മുഖ്യ ആചാര്യ സ്വാതി ദേവി സംഗമേശാനന്ദ സരസ്വതി പറഞ്ഞു. മഹായജ്ഞം സങ്കല്പിക്കാൻ ഇപ്പം നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഒരുപാട് അഗ്നിബാധകൾ ഉണ്ടാവുന്നുണ്ട്. കാണുന്നിടത്ത് അഗ്നിബാധകൾ, അതുപോലെ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒരു സൈഡിൽ, കലഹങ്ങൾ, യുദ്ധങ്ങൾ, അങ്ങനെയൊക്കെയുള്ളൊരു മഹാദശമാറ്റത്തിൻ്റെ കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു കാലഗണനയിൽ സംവത്സരങ്ങളായിട്ടാണ് കാലഗണന ഉള്ളത്. പ്രഭവാദീനാം ഷഷ്ട്യാ 60 സംവത്സരമാണ്. അതിനെ ഒരു 3 തിരിക്കുമ്പോൾ 20 വീതമുള്ള ബ്രഹ്മ, വിഷ്ണു, രുദ്ര സംവത്സരങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ഏകദേശം 40 സംവത്സരങ്ങൾ കഴിഞ്ഞു തുടങ്ങി. അടുത്തത് രുദ്ര സംവത്സരങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധാരാളമായിട്ടുള്ള ബാധകളും ദുരിതങ്ങളും ഒക്കെ വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇതൊന്നും നമുക്ക് പരിപൂർണമായിട്ട് ഇല്ലാതെയാക്കാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെയൊക്കെ ആ ഒരു ശക്തി കുറയ്ക്കാനായിട്ട് നമുക്ക് അഗ്നികർമ്മങ്ങളിലൂടെ സാധ്യമാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു യജ്ഞം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഇത്രയും ധൃതി പിടിച്ച് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ആ ഒരു തീവ്രമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കതിനെ ഇതാക്കിയിട്ട് ജനങ്ങൾക്കൊരു ആശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ യജ്ഞത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ 3 ദേവതകൾ മഹാലക്ഷ്മി, ധന്വന്തരി, നൃസിംഹ,
മഹാലക്ഷ്മിയുടെ ഇതിൽ നമ്മളുടെ ചുറ്റുപാടും ഇപ്പോൾ ധനമുള്ളവർക്ക് ധാരാളം ധനമുണ്ട്, ഇല്ലാത്തവർക്ക് ഒന്നുമില്ല, അങ്ങനെയുള്ളൊരു കണക്കിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിന്ന് ഒന്ന് മാറിയിട്ട് എല്ലാവർക്കും ആ ലക്ഷ്മി കടാക്ഷത്തെ നമുക്ക് വേണം. അതിനുവേണ്ടി മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം നമുക്ക് നിശ്ചയമായിട്ടും ആവശ്യമാണ്. അതുപോലെ ധന്വന്തരി, ധാരാളം രോഗങ്ങൾ നമ്മളറിയപ്പെടാത്ത, ഇപ്പോൾ കൊറോണയൊക്കെ വന്നപ്പോൾ ഇത് നമുക്കറിയാം, ഇനിയും ധാരാളമായിട്ട് അറിയപ്പെടാത്ത രോഗങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാലമാറ്റത്തിൻ്റെ മഹാദശ മാറ്റത്തിനോടനുബന്ധിച്ച് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ധന്വന്തരി മൂർത്തിയെ നമ്മൾ. പിന്നെ നരസിംഹം എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ദേവതയാണ്. അപ്പോൾ നരസിംഹമൂർത്തിയുടെ സംരക്ഷണം, ഭയമില്ലാത്ത ജീവിതം, വിഭ്രാന്തിയില്ലാത്ത ജീവിതം, നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയ്ക്കുണ്ടാകുന്ന ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നൊക്കെ അവർക്ക് ആ ഒരു ജീവിതത്തിനോടുള്ള ആകാംക്ഷയിൽ നിന്നുണ്ടാകുന്ന ആ ഭയവിഭ്രമങ്ങളിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ഈ 3 തരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങൾ നമ്മൾ ഈ യജ്ഞത്തിലേക്ക് സമന്വയിപ്പിച്ചിരിക്കുന്നത്. പ്രധാന വഴിപാടുകൾ നമുക്ക് ഈ ഓരോ ഹോമത്തിനും മഹാലക്ഷ്മി, ധന്വന്തരി, നൃസിംഹം ഈ 3 ദേവതമാർക്കുള്ള ആഹുതികളുണ്ട്. അതുകൂടാതെ സൂക്ത പുഷ്പാഞ്ജലികളുണ്ട്. ആയു സൂക്തം, പുരുഷ സൂക്തം, ദുർഗാസൂക്തം, അങ്ങനെയുള്ള സൂക്തങ്ങൾ, ഐക്യമത്യ സൂക്തം കുടുംബത്തിലെ ഐക്യത്തിന് വേണ്ടിയിട്ട്, പിന്നെ വാസ്തുപൂജ, തുളസി പൂജ, ബ്രാഹ്മണ പൂജ, അശ്വത്ഥ പൂജ, ഗോപൂജ, ഗുരുപൂജ, അങ്ങനെ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏതെല്ലാം തുറകളിൽ നിന്ന് അനുഗ്രഹം വേണമോ അതൊക്കെ നമുക്ക് ഈ യജ്ഞത്തിൽ സാധിച്ചു പോകാം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.